ഇതാണ് ഞങ്ങളുടെ റൂം 301. റൂം കാണിച്ചു തരാം. ആക്കച്ചിട്ടുണ്ട് രണ്ട് ബെഡുണ്ട്, അപ്പുറം ഇപ്പുറം 2 ബെഡും. ഞങ്ങൾ 6 പേർക്ക് എടുത്തേക്കണം. ഇനി ഒരാളും കൂടി വരാനുണ്ട്. ഇന്നലെ അവിടെ വെച്ച് പരിചയപ്പെടുത്തിയതാണ് ജോഷി, ആലപ്പുഴ. അങ്ങനെ തുടങ്ങി. ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആണ് വാരണാസിയില്. വാരണാസിയിൽ ഫസ്റ്റ് ഡേ ആണ്. ഇനി ഇപ്പൊ നേരെ അമ്പലത്തിൽ പോയിട്ട് ബാക്കി വന്നു കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ഓട്ടങ്ങളും കാര്യങ്ങളും ഫുഡടി എല്ലാം. ഇന്നലെ രാത്രി ശരിക്കും വൈകിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമല്ലേ. രാത്രി 3 മണി ആയിട്ട് കേട്ടോ. നേരെ വന്ന് കിടന്ന് ഒന്നും എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. ചെറിയ രീതിക്ക് ഫോണിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ എല്ലാം കൂടി പോണേണ്. ഗ്യാങ്ങൊക്കെ റെഡിയായി. ഒക്കെ കാവ്യ കൊണ്ടും ബ്ലാക്ക് ഷർട്ടും. ഞാൻ മാത്രമല്ല കറുത്തുണ്ട്. ബ്ലാക്ക് ഷർട്ട് ഉണ്ടായില്ല. അതാ ഇത് വന്ന വഴിതാ. റൂമേ തിരിച്ചു വരുമ്പോ കാണിച്ചത്. ധൃതി പിടിച്ചിറങ്ങിയത് കാരണം ഒന്നും ചെയ്യാൻ പറ്റി. എന്താ നോക്കണേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അമ്പലത്തിട്ട് പോണേ, ക്ഷേത്രത്തിലോട്ട് പോണേ. നമ്മുടെ കൂട്ടത്തില് അവിടെ റൂമിലെ പുള്ളിയുണ്ട്. പുള്ളി ഗൈഡായിട്ട് ഒന്ന് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ആ മാസ്ക് ഒന്ന് പറ്റിക്കണം. പോയിക്കൊണ്ടിരിക്കണേ. അവിടെ കുറച്ച് നടപ്പുണ്ടെന്ന് തോന്നുന്നു. 1.5 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാനായിട്ട്. और नहीं था बेल ഫസ്റ്റ് ഗംഗയുടെ ഫസ്റ്റ് താഴ്ത്തോട്ട് ഇറങ്ങണം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോണം. ചായ കുടിക്കാൻ കയറും. ഇഡ്ഡലിയും 2 തരം ചമ്മന്തി. എന്തൊക്കെ ചമ്മന്തിയാണ്? എല്ലാം ലൈവ് കിട്ടുന്നുണ്ട്. എനിക്കും വിശക്കണം. ഞാനും ഒന്ന് തിന്നാൻ പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാം. ഗംഗയുടെ ഫസ്റ്റ് വ്യൂ കാണിച്ചത്.
നമ്മ അങ്ങനെ ഒരു ഘട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഘട്ട് ദശാശ്വം എടുത്തിട്ട് നമ്മുടെ ചെക്കന്മാരൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. ഇത് താഴെ എത്തിയോ മരിച്ചു. നമ്മ അങ്ങനെ ഗംഗയുടെ തീരത്തോട്ട് എത്തുകയാണ്. എൻ്റെ ഫ്രണ്ട് നമ്മുടെ ചെക്കന്മാർ നിൽക്കണം. എന്തായി അങ്ങനെ ഇപ്പൊ ഗംഗയുടെ അവിടെ എത്തി. ഇതെന്തോ അമ്പലത്തിൽ പോകണം. അവരെന്തൊക്കെയോ പറയാനുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നേരെ കാണുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഞങ്ങൾ അകത്ത് പോയി ദർശനമൊക്കെ കഴിഞ്ഞായിരുന്നു. ഒക്കെ നിൽക്കണ്ട്. എന്റെ ഐഡിയ അല്ലേ, എന്റെ ഐഡിയ എവിടെ ഇപ്പൊ ദശാശ്വമേധത്തിൽ ഒരു ബലിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കണ്ടായി അടിക്കാൻ വേണ്ടിട്ട് അവിടെ ഫുൾ സ്ലീവ് കിടക്കണ്ട്. ഇത് ഇതാണ് അത്യാവശ്യം. നമുക്ക് നോക്കണം നാളെ വേറെ ഇവിടെ ബാങ്ക് രണ്ടായി ഉണ്ട്. ബാബ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അപ്പൊ അത് നോക്കി പോണേ. കിടക്കണം, പേര് കിടക്കണം. ഇന്ത്യയുടെ ബാങ്ക് രണ്ടായി എന്ന് അവിടെ എഴുതി വെക്കണം. ജസ്റ്റ് ബാങ്ക് അടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഇതുവരെ അടിച്ചിട്ടില്ല, ആദ്യമായിട്ട് അടിക്കാൻ പോണേണ് അല്ലേ. എല്ലാം അവിടെ വഴിയിലൊക്കെ ഉണ്ട്. നോക്കട്ടെ, ബാക്കി വീഡിയോ കാണാം. മാസ്കൊക്കെ വെച്ച് കിടക്കുള്ള രണ്ടായിട്ട് അതാണ് മെസ്സി. പോരി കഴിക്കണമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരായിട്ട് ഒന്ന് കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഒരു ഇതെടുക്കാം, ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഐസിലാണ് കുഴപ്പമില്ല, ഐസിട്ട് അടിക്കണം എന്നുള്ളത്. അവിടെ ഇരിക്കുക. എന്നിട്ട് ജസ്റ്റ് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് അതിന്റെ ഇട്ടിട്ടുണ്ട്.
അങ്ങോട്ട് വെക്കാം. എടാ അവിടെ നിന്ന് എടുക്കാം, ടേബിളിൽ വെക്കാം. ഫസ്റ്റ് ജോഷി നല്ല രസം. നമ്മുടെ മിൽക്ക് ഷേക്ക് കഴിക്കുന്നുണ്ട്. ഇതൊന്നും ഫീലില്ല കുറച്ച് കഴിയുമ്പോൾ അറിയാൻ കറക്റ്റ് മിൽക്ക് ഷേക്ക്. അപ്പൊ നമ്മള് ഫസ്റ്റ് ട്രൈ അടിക്കാൻ പറയണം. റോസ് മിൽക്കിന്റെ ഒക്കെ ടേസ്റ്റ് ആദ്യത്തെ 500 cheers. ഓപ്പല്ല എതുണ്ട് അടിപൊളി ടേസ്റ്റ്. ഒരു കത്തിക്കണമെങ്കിൽ ഒരു ഇതിന്റെ ചെയ്യാവട്ടെ, ഒരു 50 സെക്കൻഡ് വീഡിയോ അതിനോട് മൊത്തം ലാസ്റ്റ് എന്തത് ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ എവിടെ നിക്കണെന്ന് അറിയാം. ബാബാട്ടുണ്ടായി റീൽസിൽ കണ്ട് കൊതി പിടിച്ച് ഇങ്ങോട്ട് വന്ന എനിക്കാണെന്ന് പറഞ്ഞ് വലിച്ചു കയറുന്നുണ്ട്. ഒരു മണിക്കൂർ നമുക്കൊന്നും ആവില്ല. അപ്പൊ നമ്മളോട് ഒന്നും കഴിക്കണ്ട. അവസാനം കഴിപ്പ് പോലെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അനുഭവം? സൂപ്പർ ഒന്നും പറയാം. എങ്ങനെയുണ്ട് അനുഭവം? അഭിപ്രായം പറ. കറക്റ്റ് മിൽക്ക് ഷേക്ക്, ബദാം ഷേക്ക്. അത് ഇപ്പൊ നമ്മ ബാങ്ക് അടിച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിക്കാണ് അല്ലേ? അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ചവർപ്പ്. രണ്ടാമതേ ഇത്തിരി കൂടിയത് സ്ട്രോങ് മേടിച്ചടിച്ചിട്ട് ഓരോന്ന് മേടിച്ചിട്ട് പപ്പാതി ആയിട്ട് അടിച്ചു. എന്നാലും ഒരു പേടി, അത് കാരണം പറഞ്ഞ. പക്ഷെ എന്നിട്ടും ഒന്നും തോന്നണില്ല. ആ വായിൽ ചവർപ്പ് വന്നിട്ട് കഴിക്കണം, ഭയങ്കരമായിട്ട് കഴിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. ഓ വെട്ടിയിലൊക്കെ വെട്ടമടിച്ചിട്ട് തിളങ്ങണം. അപ്പൊ തമ്പുരാനറിയാം എന്തായി തീരും അല്ലേ മലയാളി? തമ്പുരാനറിയാം. നോക്കട്ടെ. ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറായി കാണും. റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അയ്യോ എന്ത് പറ്റിയില്ല? കാലൊന്നും ചെറുതായ പോലെ ഉണ്ട്. കാല് പൊട്ടിയിട്ട് കൂടെ വില കിട്ടും. ഞങ്ങളുടെ കൂട്ടത്തില് ഫസ്റ്റ് കിട്ടിയത് ഈ പുള്ളിക്ക. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. നടക്കാൻ പറ്റുന്നില്ല. കിട്ടിയിട്ടില്ല ഗൈസ്. ഇവിടെ വെക്കൂല. അവനെന്ത് കൂടുന്നുണ്ട്? ഇവിടെ തട്ടില് നോക്കിയോ? തട്ടില് വലിപ്പം കണ്ട. അതെ ചെറിയൊരു പണി കിട്ടിയോന്നൊരു സംശയം. ചെറുതായിട്ടൊന്ന്. അയ്യോ ചിരിക്കണോ കരയണോ എന്നുള്ള കണ്ണാപ്പി എടുക്കണം. ചിരി മാത്രമേ അയ്യോ മാസ്ക് വെച്ചിട്ടിരുന്ന് ഇരിക്കല്ലെങ്കിൽ ലങ്കയിലിട്ടില്ല.